വാട്സപ്പിലെ പുതിയ യൂസർ ID ഫീച്ചർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചു കേന്ദ്ര സർക്കാർ. ഫീച്ചറിനെ കുറിച്ച് 3 ദിവസത്തിനുള്ള വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ഓൺലൈൻ തട്ടിപ്പിനായി ഫീച്ചർ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആശങ്കയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പുകൾ നിരവധിയുണ്ട്. ഇതിനിടയിൽ മെറ്റ ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കുമ്പോൾ, വാട്സപ്പ് പുതിയൊരു ഫീച്ചർ അവതരിപ്പിക്കുമ്പോൾ അത് സംബന്ധിച്ച് ചില സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അതിന് കൃത്യമായ മറുപടിയുമാണ് കേന്ദ്ര സർക്കാർ തേടുന്നത്. തൃപ്തികരമായ രീതിയിൽ ചർച്ചകൾ പൂർത്തിയാക്കുന്നതുവരെ ഈ ഫീച്ചർ ഇന്ത്യയിൽ ലഭ്യമാക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാർ വാട്സാപ്പിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുതിയ സംവിധാനം സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കാൻ കാരണമാകുമെന്നതാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. ആളുകൾക്ക് മുൻകൂട്ടി യൂസർ നെയിം റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഫീച്ചർ പൂർണ്ണമായും ലഭ്യമായിട്ടില്ലെന്നാണ് മെറ്റയുടെ വിശദീകരണം. ഇനിയൊരു പുതിയൊരു അക്കൗണ്ടിൽ നിന്ന് യൂസർ ID വഴി മെസ്സേജ് വരുമ്പോൾ അത് പുതിയ അക്കൗണ്ടാണോ, ഏത് രാജ്യത്തു നിന്നുള്ളതാണ് എന്നടക്കമുള്ള വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പായി കാണിക്കുമെന്നും വാട്സപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അജയ് സുധാ ബിജു നമുക്കൊപ്പമുണ്ട്. അജയ്, വാട്സപ്പ് ഇത് പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് റിസർവ് ചെയ്ത് വെക്കാം എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ ആളുകൾ കൂട്ടത്തോടെ നമ്പറുകൾ, തങ്ങളുടെ യൂസർ ID റിസർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം? എന്താണ്? സൈബർ തട്ടിപ്പുകൾ നിരവധി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഇനി ഫോൺ നമ്പർ പോലും വ്യക്തമാവാതെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമെന്നൊരു കാര്യമാണ് നേട്ടമായി മെറ്റ അവതരിപ്പിക്കുന്നത്. എന്താണ് ഇതിനകത്തെ പ്രശ്നം? കേന്ദ്ര സർക്കാരിന് മെറ്റ വിശദീകരണം നൽകിയോ? നിലവിൽ മെറ്റയുടെ ഒരു സ്പോക്ക് പേഴ്സണാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് വാട്സപ്പ് തങ്ങളുടെ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം എന്നുള്ള നിലയിലാണ് ഈ പുതിയ യൂസർ നെയിം സംവിധാനം അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടി മൊബൈൽ നമ്പറിൻ്റെ ആവശ്യം വരില്ല. പകരം ഒരു യൂസർ നെയിം മാത്രം മതിയാകും എന്നതാണ് വാട്സപ്പ് ഇതിലൂടെ അവതരിപ്പിച്ച വലിയൊരു പ്രത്യേകത. അതായത് പുതുതായി ആരെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പരിചയപ്പെട്ടാൽ അവർക്ക് നിങ്ങളുടെ സ്വകാര്യത മാനിച്ച് മൊബൈൽ ഫോൺ കൊടുക്കേണ്ടതില്ല. പകരം യൂസർ നെയിം കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിലൂടെയും ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടണമെങ്കിൽ അവിടെയും മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതില്ല. യൂസർ നെയിം വഴി മാത്രമേ ബന്ധപ്പെടാൻ ആവുകയുള്ളൂ. അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള സംരംഭകർ, അതുപോലെ തന്നെ മറ്റ് ഈ ടീച്ചർമാർ, അങ്ങനെ പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിരവധി ഉപയോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെയായിരുന്നു മെറ്റ അവകാശപ്പെട്ട കാര്യം. ബിസിനസ് ആവശ്യങ്ങൾക്കായി പേഴ്സണൽ നമ്പർ നൽകേണ്ടതില്ല. ഇതിന് യൂസർ നെയിം വെച്ച് ഇതെല്ലാം ഇത്തരം ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനാകും എന്ന് വാട്സപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലൊരു പ്രശ്നമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ടെലഗ്രാമിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് ടെലഗ്രാം ഇത്തരത്തിലുള്ള യൂസർ നെയിം സംവിധാനം നേരത്തെ തന്നെ നടപ്പിലാക്കിയതാണ്. പക്ഷേ ടെലഗ്രാം വഴി നിരവധി കുറ്റകൃത്യങ്ങൾ കൂടുകയും ഒരുപാട് ഇപ്പോൾ സൈബർ ക്രൈമുകൾ അതുവഴി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ആൾമാറാട്ടം, അതുപോലെ തന്നെ ഈ ഫേക്കായിട്ടുള്ള പല നിക്ഷേപ തട്ടിപ്പുകൾ, പിന്നെ ഓൺലൈൻ ഈ ഒരു സിനിമ മാഫിയ തുടങ്ങി പലതരത്തിലുള്ള തീവ്രവാദത്തിന് വരെ ടെലഗ്രാം ഉപയോഗിക്കുന്നതായിട്ടുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ തുടർന്നാണ് ഈ ഒരു കാര്യത്തിന് കേന്ദ്ര സർക്കാർ നിലവിലൊരു വിശദീകരണം മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെറ്റയ്ക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ചില സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ മെറ്റ കൃത്യമായിട്ടുള്ള സുരക്ഷാ നടപടികൾ, അതുപോലെ ഉപഭോക്താക്കളുടെ സ്വകാര്യത വ്യക്തമാക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കണം. അതുപോലെ യൂസർ നെയിം സംവിധാനം, ഇത്തരം വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് നൽകുന്നത് വരെ ഈ യൂസർ നെയിം സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കരുത്. അതുപോലെ തന്നെ സർക്കാർ ചോദിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ യൂസർമാരെ തിരിച്ചറിയാൻ വേണ്ടി എന്താണ് സംവിധാനമുള്ളത്, ആൾമാറാട്ടം, അതുപോലെ തന്നെ ഓൺലൈൻ സൈബർ കുറ്റകൃത്യങ്ങൾ, ഇവ തടയുന്നതിന് ഇതിൽ എന്ത് സംവിധാനമുണ്ട്, ഇത്തരം തട്ടിപ്പ് നടത്തുന്നവരെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അതുപോലെ തന്നെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ നീക്കം എന്ന് പറയുന്നത്. ഇതിന് മെറ്റയുടെ സ്പോക്ക് പേഴ്സൺ നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, ഇതുവരെ ഈ യൂസർ നെയിം സംവിധാനം നടപ്പിലാക്കിയിട്ടില്ല. ഈ ഉപഭോക്താക്കൾക്ക് അവരുടേതായിട്ടുള്ള യൂസർ നെയിം റിസർവ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു സംവിധാനം
സംവിധാനം മാത്രമാണ് നിലവിൽ നടക്കുന്നത്. കൃത്യമായിട്ടുള്ള ട്രയൽ റൺ ഉൾപ്പെടെ നടത്തി പല ഘട്ടങ്ങളിലൂടെ മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നാണ് മെറ്റ പറഞ്ഞിട്ടുള്ളത്. മെറ്റ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഉപഭോക്താക്കൾക്കും വാട്സപ്പ് തുടങ്ങാനാകൂ, അല്ലാതെ മൊബൈൽ നമ്പർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ യൂസർ നെയിം സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും യൂസർ നെയിം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ഓപ്ഷനിലാണ്. താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് മാത്രം ഈ യൂസർ നെയിം കൊടുത്താൽ മതി എന്നുള്ളതാണ് വാട്സപ്പ് പറയുന്നത്. അതുപോലെ ഈ യൂസർ നെയിം വഴി ബന്ധപ്പെടാനാകുന്ന അക്കൗണ്ടുകളുടെ എണ്ണം പരിമിതിപ്പെടുത്തുമെന്ന് വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് അറിയാത്ത ആളുകളെ, അതായത് കോണ്ടാക്റ്റിൽ നമ്പർ സേവ് അല്ലാതെ അറിയാത്ത ആളുകളെ യൂസർ നെയിം വഴി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മെസ്സേജ് അയക്കുന്ന സംവിധാനത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടാകും. ഒരാൾക്ക് ഇത്ര പേരെ മാത്രമേ ബന്ധപ്പെടാനാകൂ എന്നുള്ള ലിമിറ്റേഷൻ ഇതിലുണ്ടാകൂ എന്ന് വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ ആൾമാറാട്ടം ഒന്നും നടത്താനാകില്ല. ആൾമാറാട്ടം നടത്തുകയാണെങ്കിൽ അത്തരം ആളുകളെ കൃത്യമായി കണ്ടെത്തി റിമൂവ് ചെയ്യാനുള്ള സംവിധാനമുണ്ടാകും. അതുപോലെ തങ്ങളുടെ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത, ഇപ്പോൾ നമ്മളുടെ മൊബൈലിൽ ഒരാളുടെ നമ്പർ സേവ് അല്ലെങ്കിൽ സേവ് അല്ലാതെ മറ്റൊരാൾ നമ്മളുടെ യൂസർ നെയിം ഉപയോഗിച്ച് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വാർണിംഗ് അതിലുണ്ടാകും. അതായത് മെറ്റ പറയുന്നത് ഇതിപ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആളല്ല, യൂസർ നെയിം വഴിയാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ള ഒരു വാർണിംഗ് നമുക്ക് നൽകും. അതുപോലെ അയാൾ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണ് സന്ദേശം അയക്കുന്നത് എന്നൊരു മുന്നറിയിപ്പ് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് നിന്നാണ് ഇയാൾ നമുക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ അത്തരം മുന്നറിയിപ്പുകളും ഇതിനോടൊപ്പം ഉണ്ടാകുമെന്നും വാട്സപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ കൈമാറപ്പെടില്ല. ഉപഭോക്താക്കൾക്ക് ഇതുവഴി കൂടുതൽ സ്വകാര്യതയാണ് ലഭിക്കുന്നത്. അപ്പോൾ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി മാത്രമാണ് ഇത്തരമൊരു കാര്യം എന്നാണ് മെറ്റ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ യൂസർ നെയിം സെർച്ച് ചെയ്ത് മെസ്സേജ് അയക്കുന്നത് വഴി പല ആളുകളും ആൾമാറാട്ടം നടത്താൻ സാധ്യതയുണ്ട്. നിക്ഷേപ തട്ടിപ്പുകൾ കൂടുതലായി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രവണതകൾ, ആൾമാറാട്ടം നടത്തി ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചില പ്രമുഖ വ്യക്തികളുടെ പേരിലെല്ലാം മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കൺസേൺസ് എന്ന് പറയുന്നത്. പക്ഷെ മെറ്റ പറയുന്നത് ഈ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ, സെലിബ്രിറ്റീസ്, പ്രമുഖരായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ, പിന്നെ പുതിയ സംരംഭകർ, ഇവർക്കെല്ലാം തങ്ങളുടെ യൂസർ നെയിം പ്രത്യേകം റിസർവ് ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇവയിലെല്ലാമുള്ള ഒരേപോലെയുള്ള യൂസർ നെയിം ഇവയായിട്ടെല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതേ യൂസർ നെയിം നമുക്കും തുടരാം. അങ്ങനെയാണെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ള വിശദീകരണം കൂടി മെറ്റ നൽകുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മെറ്റയുടെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഔദ്യോഗികമായി ഈ വിവരങ്ങളെല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം കേന്ദ്ര നിർദ്ദേശം കൂടി വന്നതിന് ശേഷം മാത്രമേ നിലവിലുള്ള അവസ്ഥയിൽ ഈ യൂസർ നെയിം സംവിധാനം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് മെറ്റ നൽകുന്ന വിശദീകരണം. എന്തായാലും സുരക്ഷിതത്വം കൂടുതൽ കൂട്ടും എന്നതാണ് അവരുടെ അവകാശവാദം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.